അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് വിനീത് ജയിലിലേക്കോ. അങ്ങനെ നമ്മുടെ വിശാലാണ് നമ്മുടെ വിനീതിനെ കുടുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയെങ്കിലും നമ്മുടെ വിനീതിനെ കുടുക്കാൻ വിശാൽ നോക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിശാലിനെ അടിക്കുകയും അപമാനിതനാക്കുകയും ചെയ്യുന്ന ഒരാളാണ് വിനീത്. അതുകൊണ്ട് തന്നെ വിനീതിന് നല്ല ശിക്ഷ കൊടുക്കണമെന്നും വിനീതിനെ വേദനിപ്പിക്കണമെന്നും നമ്മുടെ വിശാൽ ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ സന്ദർഭം വന്നു കിട്ടുന്നത്. തന്നെ തല്ലി എന്ന് പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുകയും വിനീതിനെ കുടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ യമുനയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലിരിക്കുന്ന കുടുംബത്തിന് അടുത്തൊരു പ്രഹരം തന്നെ ലഭിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നു. അതായത് നമ്മുടെ വിനീതിനെ തേടി പോലീസ് വീടിൻ്റെ പടി കയറുമ്പോൾ വിനീത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിനീതിനെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താ സാറേ കാര്യം എന്ന് ശാരദ ചോദിക്കുമ്പോൾ അത് പിന്നെ കണ്ടവരുടെ മെക്കെട്ടൊക്കെ കയറുമ്പോൾ ആലോചിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വിനീതിനെയും കൊണ്ട് പോകുമ്പോൾ വിനീത് ആ കാര്യം തിരിച്ചറിയുന്നുണ്ട്. വിശാലിനെ തല്ലിയതിന് പകരം പോക്കുന്നതാണ് അവൻ തനിക്കെതിരെ കേസ് കൊടുക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിനീതിനെ തല്ലിച്ചതയ്ക്കുകയാണോ എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ